ഇന്നത്തെ വചനചിന്ത പലതിനെയും ചൊല്ലി വിചാരപ്പെടേണ്ട. ഒരു മനുഷ്യൻ തൻ്റെ ഗ്രാമത്തിൽ കഠിനമായ ക്ഷാമം വന്നപ്പോൾ തൻ്റെ ഭാര്യയുമായി ദൂരെയുള്ളൊരു ദ്വീപിലേക്ക് യാത്രയായി. ആ ദ്വീപിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാലമുണ്ടായിരുന്നു. വളരെ പഴകിയ ഒരു പാലം. അതിലൂടെ അപ്പുറത്ത് കിടക്കുവാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ താഴെ വീഴാറായ ഒരു പാലം. അവർ ഒരുവിധം ആ പാലത്തിലൂടെ അപ്പുറം കടന്നു. ഇനി ഒരിക്കൽ പോലും ആ പാലത്തിൽ അവർ കയറുകയില്ല. ആ പാലത്തിലൂടെ ഒരു തിരികെ പോക്കുണ്ടാകുകയില്ല. അവർ ആ ദ്വീപിൻ്റെ ഉൾപ്രദേശത്തേക്ക് പോയി താമസം ആരംഭിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. പതുക്കെ ആ ദ്വീപിലും ക്ഷാമം പിടിപെട്ടു. ആ സമയം അവരുടെ പഴയ ഗ്രാമം ക്ഷാമത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു സമൃദ്ധിയിലേക്ക് വന്നു എന്ന് വാർത്ത കേട്ടു. എന്നാൽ അവർക്കവിടെ പോകുവാൻ ഒരു നിർവാഹവുമില്ല. അവിടേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ആ പാലമാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അതിലൂടെ കടന്നുപോയ നിമിഷം ഭയന്ന് വിറച്ച് ഇനിയും എങ്ങനെ അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയും, എങ്ങനെ അപ്പുറത്ത് കിടക്കുവാൻ കഴിയും. ഭാര്യ പറഞ്ഞു, നമുക്കിവിടെ കിടന്നു മരിക്കാം. അന്ന് നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇന്ന് നമുക്കൊരു കുഞ്ഞുകൂടെയുണ്ട്. ആ പാലത്തിലൂടെ കിടക്കുമ്പോൾ അതിലെ ഒരു പലകയിലേക്ക് താഴെ വീണാൽ നമ്മുടെ കുഞ്ഞ് ആ വിടവിലൂടെ താഴേക്ക് പോകുവാനിടയാകും. അങ്ങനെ പോയ നാം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭയം പങ്കിട്ട് തുടങ്ങി. ഭാര്യ കാൽ വഴുതി വീണാൽ, കുഞ്ഞും ഭാര്യയും നഷ്ടപ്പെട്ടാൽ ഭർത്താവ് മാത്രം തനിച്ച് താമസിക്കണം. ഇത്ര റിസ്ക്കുള്ള ഒരു പാലം ഇനി കടക്കേണ്ട ആവശ്യമില്ല. ഈ ദ്വീപിൽ കിടന്നു മരിക്കാം. നിസ്സഹായതയോടെയുള്ള വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്നും വന്നു. നാശത്തിൻ്റെ ചിന്തകൾ അവരിൽ ആഴ്ന്നിറങ്ങി. അവരുടെ ഹൃദയത്തിലെ ആ ഭാവം അനുനിമിഷം വർദ്ധിച്ചു. ആ ഭർത്താവ് അവസാനം പറഞ്ഞു, നമുക്ക് ഈ ദ്വീപിൽ നിന്ന് പോകാം. ആ പാലം കടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ നദിയിൽ വീണ് മരിക്കാം. ഒരുപക്ഷെ അവസാനത്തെ യാത്രയാകാം ഇത്. ഇവിടെ കിടന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് നാം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ മുങ്ങി മരിക്കുന്നതാണ്. അവർ യാത്ര തുടങ്ങി. ഒരു ദിവസം യാത്ര ചെയ്ത് അവർ ആ പഴയ പാലത്തിലെത്തി. അവർ അവിടെ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. പഴയ പാലത്തിൻ്റെ പലകയൊന്നുമല്ല, അവിടെ ഒരു പുതിയ പാലം വന്നിരിക്കുന്നു. അവിടെയുള്ളവർ ചേർന്ന് പുതിയൊരു പാലം നിർമ്മിച്ചിരിക്കുന്നു. അവർ അത് അറിഞ്ഞതുപോലുമില്ല. ഇത്രയും നാൾ അവർ ഭയപ്പെട്ട് സംസാരിച്ച കാര്യത്തിന് ഒരു പരിഹാരം വളരെ നേരത്തെ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അനുദിനം എത്രയോ കാര്യങ്ങൾ ഓർത്താണ് നാം ആകുലപ്പെടുന്നത്. നമുക്ക് വേണ്ടി പരിഹാരം വരുത്തുന്ന കാര്യങ്ങളെ ഓർത്താൽ പോലും നാം ഭാരപ്പെടുന്നു. നാളെ എന്തു സംഭവിക്കും എന്ന ഭയം പല കാര്യങ്ങളിലും ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. നമ്മുടെ ജീവിതം അതോടെ അവസാനിക്കുമെന്ന് ഭാരപ്പെടുന്ന ചിന്തകൾ എന്താണ്? അത് അഭിമുഖീകരിക്കുമ്പോൾ താങ്കൾ തകരുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഏതാണ്? ഒരുപക്ഷെ ആരെങ്കിലും നടത്തുന്ന ഒരു ഭീഷണിയായിരിക്കാം. ഒരുപക്ഷെ താങ്കളുടെ ശരീരത്തെ വേദനിപ്പിച്ചു കളയും എന്ന് താങ്കൾ വിചാരിക്കുന്ന ഒരു രോഗാവസ്ഥയായിരിക്കാം. പരാജയ ഭീതിയോ തകർച്ചയോ ചിന്തകളോ കൊടുങ്കാറ്റോ അവഗണനയോ ഏതുമായിക്കോട്ടെ, ദൈവം താങ്കളുടെ ഭാവിയിലുണ്ടെന്ന് വിശ്വസിക്കുക. താങ്കൾ കാണാത്ത ഭാവിയെ ഓർത്ത് താങ്കൾ ഭാരപ്പെടേണ്ട. വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ്. നാളെ സംഭവിക്കുവാൻ സാധ്യതയുള്ള നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. കരുതുന്ന ദൈവം കൂടെയുണ്ട്. കരുതുന്ന ആ വിഷമഘട്ടം ഏതുമായിക്കൊള്ളട്ടെ, താങ്കൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുള്ളിലെ എല്ലാ റിസ്കുകളും ദൈവം എടുത്തു മാറ്റും. നാം ആ പ്രദേശത്തേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം കരുതി വച്ചിട്ടുണ്ട്. നമുക്കാവശ്യം വിശ്വാസമാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേൻ, യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്.
ചെങ്കടൽ തുറന്നതുപോലെ, പ്രതികൂലമായി നിന്ന യോർദാൻ വഴിമാറിയതുപോലെ, പ്രതികൂലമായി നിന്ന യെരിഹോ മതിൽ വീണുടഞ്ഞതുപോലെ, വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും ദൈവം ചില പുതിയ വാതിലുകൾ തുറക്കുവാനിടയാകും. ഈ നാളുകൾ ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാൻ വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് പലതിനെയും ചൊല്ലി വിചാരപ്പെടാതെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി വിശ്വാസത്തോടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.